ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ IT ഫീൽഡിലുള്ളവരാണെങ്കിൽ സ്ഥിരമായി കേൾക്കാൻ സാധ്യതയുള്ള വേർഡുകളാണ് എന്താണ് ഫ്രണ്ട് എൻഡ്, എന്താണ് ബാക്ക് എൻഡ്, അതേപോലെ തന്നെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള പല വേർഡ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രണ്ട് എൻഡ് എന്താണ്, ബാക്ക് എൻഡ് എന്താണ് എന്ന് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് വെബ് ഡെവലപ്മെൻറ്റ്, വെബ് ഡെവലപ്മെൻറ്റിലെ പല ടൈപ്സ്, എന്താണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ എന്താണ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്, അവസാനമായിട്ട് ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിലുള്ള ഡിഫറൻസും ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് വെബ് ഡെവലപ്മെൻറ്റ് എന്ന് നോക്കാം. ഈ വെബ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്ത് വരുന്ന പല വെബ് ആപ്ലിക്കേഷനും പല വെബ്സൈറ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പ്രോസസ് ഓഫ് ബിൽഡിംഗ് വെബ്സൈറ്റ് ആപ്ലിക്കേഷനെയാണ് നമ്മൾ വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് പല ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലേ. അപ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, മാർക്കപ്പ് ലാംഗ്വേജ്, അതേപോലെ തന്നെ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തായിരിക്കും ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനെയാണ് ഈ വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെബ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത്. ഈ ഡെവലപ്പേഴ്സാണ് ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അവരുടെ മെയിൻ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെബ് ആപ്ലിക്കേഷൻ്റെ ആർക്കിടെക്ചർ, പല പല ഫീച്ചേഴ്സും കാര്യങ്ങളും, അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ഈ ഡെവലപ്പേഴ്സിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ 2 ടൈപ്പിനെ പറ്റി പഠിക്കാം. മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്, അതായത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റും ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റും ഒരുമിച്ച് വരുമ്പോഴാണ് അതൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനിയും എന്താണ് ഫ്രണ്ട് എൻഡ്, എന്താണ് ബാക്ക് എൻഡ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് എൻഡ് എന്താണെന്ന് നോക്കാം. ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിലുള്ളതുപോലെ തന്നെ ഒരു വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് എടുക്കാം. ഫേസ്ബുക്ക് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ലോഗിൻ പേജ് എടുക്കുമ്പോൾ നമ്മൾ കാണത്തില്ലേ, ഇമെയിൽ എൻ്റർ ചെയ്യാനും പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള സ്പേസൊക്കെ. നമ്മൾ ആ കാണുന്ന ആ ഒരു ഡിസൈനെയാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു യൂസറിന് ഇൻ്ററാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്പേസിനെയാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ഉണ്ടാവും. അയാളുടെ പ്രധാന ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളീ കാണുന്ന പല ലോഗോ കാര്യങ്ങൾ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ നമ്മൾ കാണില്ലേ, അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്, പല ടെക്സ്റ്റും കാര്യങ്ങളും, അതേപോലെ തന്നെ പല നാവിഗേഷൻ ബാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പറിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആ ഫീച്ചേഴ്സൊക്കെ മാക്സിമം ഒരു നോർമൽ യൂസറിന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ ഒരു യൂസറിന് നല്ല രീതിയിൽ, ഒരു എളുപ്പമുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ അയാൾ തുടർന്നും ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും ലളിതമായ രീതിയിലായിരിക്കും ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. കറക്റ്റായിട്ടുള്ള റെസ്പോൺസും അതേപോലെ തന്നെ പെർഫോമൻസുമാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്ക് എൻഡ് എന്താണെന്ന് നോക്കാം. ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് ഡിസൈനും കാര്യങ്ങളുമാണെങ്കിൽ, ബാക്ക് എൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് പോലെ തന്നെ അതിൻ്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളാണ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ പുതുതായിട്ടൊരു ഗൂഗിൾ ID ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു പുതിയ ഇമെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലേ. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്നതൊക്കെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഒക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് പോകുന്നത് ഈ ബാക്ക് എൻഡിലേക്കാണ്, അല്ലെങ്കിൽ സെർവർ സൈഡിലേക്കാണ് പോകുന്നത്. അതായത് ആ പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ സെർവറിലേക്കായിരിക്കും പോയി സ്റ്റോർ ആവുന്നത്. ഈ സെർവർ അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് API ക്രിയേറ്റ് ചെയ്യുക. API എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷനും പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. അതായത് ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ API വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ പല ലൈബ്രറീസ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഈ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റിലെ പ്രധാന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് ആയിരിക്കും ആ പർട്ടിക്കുലർ ആപ്ലിക്കേഷനും ഡാറ്റാബേസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല കോഡും കാര്യങ്ങളൊക്കെ എഴുതുന്നതും ഇവരുടെ ജോലിയാണ്. ഈ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻ്ററാക്റ്റ് ചെയ്യുന്ന ഫേസ് ആണെങ്കിൽ, അതേപോലെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. അതായത് കംപ്ലീറ്റ്ലി ഒരു വെബ്സൈറ്റിൻ്റെ ബാക്കിൽ നടക്കുന്ന പ്രോസസ്സാണ് ഈ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നതും അതേപോലെ എന്താണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നതും. ഇനി നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും കമ്പയർ ചെയ്യാൻ പോകുന്നത് 5 പ്രധാന ഫീച്ചർ വെച്ചിട്ടായിരിക്കും. ഫസ്റ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ്, അതേപോലെ ലൈബ്രറി ആൻഡ് ഫ്രെയിംവർക്ക്, സ്കിൽസ് ആൻഡ് ജോബ് സാലറി വെച്ചായിരിക്കും നമ്മൾ ഈ ഫ്രണ്ട് എൻഡിനെയും ബാക്ക് എൻഡിനെയും കമ്പയർ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് പഠിക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കേണ്ട ലാംഗ്വേജസിനെ പറ്റി നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ലാംഗ്വേജസാണ്
HTML എന്ന് പറയുന്നതും അതേപോലെ തന്നെ CSS പിന്നെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഈ HTML എന്ന് പറയുന്നത് ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് HTML ഫുൾ ഫോം എന്ന് പറയുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വെബ്സൈറ്റിൻ്റെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ആഡ് ചെയ്യാനും അതിൻ്റെ ഫോണ്ടും അതിൻ്റെ കളറ് ഗ്രാഫിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ HTML എന്ന ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ന നിലയ്ക്ക് അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ CSS യൂസ് ചെയ്യുന്നത് ഈ വെബ്സൈറ്റിൻ്റെ ലേഔട്ടും കാര്യങ്ങളും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ ആ ക്ലയൻറ്റിന് ആ വെബ്സൈറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യണമെങ്കിൽ പല ലിങ്ക്സും കാര്യങ്ങളും വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റും യൂസ് ചെയ്യുന്നത്. പക്ഷേ ബാക്ക് എൻഡിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ബാക്ക് എൻഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നോളജ് വേണ്ട ഒരു ഡെവലപ്മെൻറ്റ് ഫീൽഡാണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ലാംഗ്വേജസ് എന്ന് പറയുന്നത് പൈത്തൺ, പേൾ, PHP, C പ്രോഗ്രാമിംഗ്, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഇവിടെയും വരും. ഇങ്ങനെയുള്ള പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു സെർവർ സൈഡിൻ്റെ സ്ക്രാച്ചിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വളരെയധികം യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പൈത്തണും വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജ് ആണ് ഈ കാര്യത്തിൽ. ഇനി നമുക്ക് ലൈബ്രറീസ് ആൻഡ് ഫ്രെയിംവർക്ക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് വരുമ്പോൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ലൈബ്രറീസും ഫ്രെയിംവർക്കുമാണ് React.js, Angular, ബൂട്ട്സ്ട്രാപ്പ് എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ബാക്ക് എൻഡിലെ സൈഡ് വരുമ്പോൾ ലൈബ്രറീസും ഫ്രെയിംവർക്ക്സും അറിഞ്ഞിരിക്കേണ്ടത് Express.js, സ്പ്രിംഗ് ബൂട്ട്, JSF, Django, ഫ്ലാസ്ക് അങ്ങനെ പല ഫ്രെയിംവർക്കും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് എന്തൊക്കെ സ്കില്ലാണ് ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആവാൻ വേണ്ടതെന്ന് നോക്കാം. സ്കില്ലിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിരുന്നു HTML, CSS, ജാവാസ്ക്രിപ്റ്റ്. ഇത് മൂന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂസർ ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അയാൾക്കൊരു ക്രിയേറ്റീവ് മൈൻഡ് എന്ന് അതായത് യൂസറിന് കുറച്ച് ഈസി ആയിട്ട് കാര്യങ്ങൾ അധികം കോംപ്ലക്സ് ആക്കാത്ത രീതിയിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്രിയേറ്റീവ് മൈൻഡും അങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറിൻ്റെ സ്കില്ലിൻ്റെ അടിയിൽ ചേർക്കാവുന്നതാണ്. അതുകൂടാതെ ജനറൽ നോളജായ ഈ കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് വേർഡ് പ്രസ്, ഡ്രൂപ്പാൽ അങ്ങനെയുള്ള കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്, അതേപോലെ തന്നെ APIയുടെ വർക്കിംഗ് അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള നോളജും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഫോർ എ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ. ഇനി ബാക്ക് എൻഡ് കേസ് വരുമ്പോൾ അവിടെയും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ നോളജാണ്. അതായത് ജാവ, PHP, പേൾ, റൂബി അങ്ങനെയുള്ള പല ലാംഗ്വേജസിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അതെല്ലാം നല്ല ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ബാക്ക് എൻഡ് ഡെവലപ്പറിൻ്റെ കേസ്. അതുകൂടാതെ Django, AngularJS, സ്പ്രിംഗ് ബൂട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ജനറൽ നോളജ് നോക്കുകയാണെങ്കിൽ ഇത് വേണ്ടത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ സെക്യൂരിറ്റി, ഈ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നത്, അതേപോലെ പ്രോഗ്രാമിംഗ് നോളജ് ഇതെല്ലാം വളരെ അത്യാവശ്യമാണ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് കേസ് വരുമ്പോൾ. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാക്ക് എൻഡിൽ കുറച്ചുകൂടെ നോളജ് അധികമായിട്ട്, കാരണം അത് ഇച്ചിരിയുടെ ടഫ് പ്രോസസ്സാണ് കമ്പയർ ടു ഫ്രണ്ട് എൻഡ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ നോളജ് വേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ അവൈലബിൾ ആയിരിക്കുന്ന ജോബ് റോൾസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ആദ്യം ഞാൻ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് കേസിൽ അവൈലബിൾ ആയിട്ടുള്ള ജോബ് റോൾസ് എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പറാണ്. അതേപോലെ തന്നെ CSS അല്ലെങ്കിൽ HTML ഡെവലപ്പർ, ഫ്രണ്ട് എൻഡ് വെബ് ഡിസൈനർ, ഫ്രണ്ട് എൻഡ് SEO എക്സ്പേർട്ട്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആൻഡ് UI ഡെവലപ്പർ. ഇതൊക്കെയാണ് ഈ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ജോബ് റോൾസ് എന്ന് പറയുന്നത്. ഇനി ബാക്ക് എൻഡിലെ കേസിൽ ജോബ് റോൾസ് നോക്കുകയാണെങ്കിൽ വരുന്നത് ബാക്ക് എൻഡ് ഡെവലപ്പർ, ജാവ ഡെവലപ്പർ, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, ഡെവോപ്സ് എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതേപോലെ തന്നെ iOS ഡെവലപ്പർ ഇങ്ങനെയുള്ള ജോബ് റോൾസാണ് ബാക്ക് എൻഡിലെ കേസിൽ ഉള്ളത്. ഇനി നമുക്ക് ഈ രണ്ട് ജോബ് റോളിലും വരുന്ന സാലറീസ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറിൽ ഒരു ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരു ആവറേജ് സാലറി, ഒരു MNC കമ്പനിയിൽ ലഭിക്കുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് എബൌട്ട് 6 LPA ആണ്, പെർ ആനമാണ് വരുന്നത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പറിന്. അതേപോലെ തന്നെ ബാക്ക് എൻഡ് ഡെവലപ്പറിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ വരുന്നത് 7 LPA ആണ്. ഒരു ആവറേജ് സാലറിയാണ് പറയുന്നത്. പല കമ്പനി അനുസരിച്ച് വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരു ആവറേജ് സാലറി, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറിയാണ് പറയുന്നത്. ബാക്ക് എൻഡ് ഡെവലപ്പറിന് കിട്ടുന്നത് ഏകദേശം 7 LPA ആയിരിക്കും ബാക്ക് എൻഡ് ഡെവലപ്പറിന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് വെബ് ഡെവലപ്മെൻറ്റ്, ടൈപ്സ് ഓഫ് വെബ് ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ ഫ്രണ്ട് എൻഡ് എന്താണ്, ബാക്ക് എൻഡ് എന്താണ്, തമ്മിലുള്ള ഡിഫറൻസ്, അറിഞ്ഞിരിക്കേണ്ട സ്കില്ലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്താണ് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് എന്നുള്ളതൊക്കെ. ഇത് നിങ്ങൾ IT ഫീൽഡ് അല്ലെങ്കിൽ
ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൽ ഡീപ്പായിട്ടുണ്ട്, ഇതിലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് പഠിക്കണം നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ ജോബ് നോക്കുന്നവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ നമ്മുടെ സൈബർ സെക്യൂരിറ്റി വീഡിയോസ് ഓൾസോ ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ വീക്കിലും ചെയ്യുന്നതായിരിക്കും. സാറ്റർഡേ സൺഡേസ് നമ്മുടെ വീഡിയോസ് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിന് മുമ്പത്തെ നമ്മുടെ ഒരു പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സ് തന്നെ ഫുൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ആ വീഡിയോസ് എല്ലാം കാണാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ആ വീഡിയോസ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു, ബൈ.